ട്രംപ് എന്ന യേശു മാർപ്പാപ്പയ്ക്കെതിരെ. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് എതിരായ ഈ സൂക്തം നമ്മുടെ കാലത്ത് ട്രംപാണ് പ്രാവർത്തികമാക്കുന്നത്. പോപ്പിനുള്ളത് പോപ്പിന്, ട്രംപിനുള്ളത് ട്രംപിന്. മാർപ്പാപ്പ ട്രംപിനെ ഒന്ന് തിരുത്താൻ നോക്കിയതാണ്. അതോടെ വാർത്താ പ്രവാഹമായി. ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 അമേരിക്കക്കാരനാണ്. ഇറാനുമായി യുദ്ധം തുടങ്ങിയ ട്രംപ് അത് നിർത്താൻ വഴി തേടുന്നു എന്ന വാർത്തയെ മാർച്ച് 31 മാർപ്പാപ്പ സ്വാഗതം ചെയ്തു. I'm told that President Trump recently stated that he would like to end the war. Hopefully he's looking for an off-ramp. Hopefully he's looking for a way to decrease the amount of violence, of bombing. അക്രമം അവസാനിപ്പിക്കണം, ലോക നേതാക്കൾ യുദ്ധം നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാകണം. So I would certainly continue to give this call to all leaders of the world to say come back to the table to dialogue. പക്ഷേ ട്രംപിന് അത് പിടിച്ചില്ല. യുദ്ധം നിർത്തുന്നതിനെ പറ്റി പറയാൻ പോപ്പ് ആര്? യുദ്ധവും യുദ്ധവിരാമവുമൊക്കെ എൻ്റെ അധികാരത്തിൽപ്പെട്ടത്. മാർപ്പാപ്പക്ക് അതിലെന്ത് കാര്യം? ട്രംപ് കടുപ്പിച്ചു. ഇറാന് നേരെയുള്ള ഭീഷണിയും കടുപ്പിച്ചു. ഇന്ന് രാത്രിയോടെ ഒരു നാഗരികത ചത്തൊടുങ്ങാൻ പോകുന്നു എന്ന് ട്രംപ്. ട്രംപിൻ്റെ അന്ത്യശാസനം ഇറാൻ അവഗണിച്ചതാണ് കാരണം. ഒരു രാജ്യത്തെ അപ്പാടെ നശിപ്പിക്കുമെന്ന് ഒരു ഭരണാധികാരി പറഞ്ഞത് കേട്ട് മറ്റെല്ലാവരെയും പോലെ മാർപ്പാപ്പയും ഞെട്ടി. മാർപ്പാപ്പ കേൾക്കാൻ വേണ്ടിയാവണം ദൈവം തൻ്റെ പക്ഷത്താണെന്ന് കൂടി ട്രംപ് പറഞ്ഞു. പിന്നെ ഇറാൻകാരുടെ കാര്യം, അവരിതൊക്കെ അങ്ങ് സഹിച്ചു കൊള്ളുമെന്ന്. ഇത്തവണ പോപ്പും കടുപ്പിച്ചു. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അക്രമത്തെ ന്യായീകരിക്കേണ്ട. വാക്പോരായി. മാധ്യമങ്ങൾ ശരിക്കും ഇറങ്ങി. സമൂഹ മാധ്യമങ്ങൾ ട്രംപിനെതിരെ തിരിഞ്ഞു. റിപ്പോർട്ടർമാർ പോപ്പിൻ്റെ പ്രതികരണം ആരാഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യുദ്ധം ദുരിതമാണ്, അത് നിയമത്തിൻ്റെയും ഭരണത്തിൻ്റെയും മാത്രം വിഷയമല്ല, ധാർമ്മികതയുടെ കൂടി വിഷയമാണ്. Certamente di diritto internazionale, ma molto di più una questione morale per il bene del popolo completo intero. ഇത്രയും ആയപ്പോൾ ട്രംപിന് കലി കയറി. ഈ പോപ്പിനെ എനിക്കിഷ്ടമല്ല, ഇറാന്റെ ആണവായുധം അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്നൊക്കെയായി ആക്ഷേപം. We don't like a pope that's going to say that it's okay to have a nuclear weapon. We don't want a pope that says crime is okay in our cities. I don't like it. I'm not a big fan of Pope Leo. He's a very liberal person, and he's a man that doesn't believe in stopping crime. He's a man that doesn't think that we should be toying with a country that wants a nuclear weapon so they can blow up the world. I'm not a fan of Pope. ദൈവം സംഘർഷമല്ല ഇഷ്ടപ്പെടുന്നത് എന്ന് മാർപ്പാപ്പ കുറിപ്പ് പോസ്റ്റ് ചെയ്തപ്പോൾ ട്രംപ് ഒരു മറുകുറിപ്പ് പോസ്റ്റ് ചെയ്തു. വളരെ നീണ്ട ഒരു കുറിപ്പ്. കുറ്റകൃത്യങ്ങളോട് ദൗർബല്യം പുലർത്തുന്നയാളാണ് പോപ്പ്. വിദേശ നയത്തെപ്പറ്റി അറിയാത്തയാൾ. അയാളുടെ സഹോദരൻ ലൂയിയെ എനിക്കിഷ്ടമാണ്, കാരണം അദ്ദേഹം റിപ്പബ്ലിക്കനാണ് എന്നും മറ്റും. പോപ്പ് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, തർക്കിക്കാൻ ഞാനില്ല, പക്ഷേ ഇവിടെ ചിലരെ പോലെ യുദ്ധത്തിന് വേണ്ടി വേദവാക്യത്തെ ദുരുപയോഗിക്കുന്നതൊന്നും ശരിയല്ല. Don't want to get into a debate with him. I don't think that the message of the gospel is meant to be abused in the way that some people are doing. And I will continue to speak out loudly against war, looking to promote peace. ട്രംപിന്റെ പോസ്റ്റ് വീണ്ടും. ഇറാൻ സ്വന്തം നാട്ടുകാരെ കൂട്ടക്കൊല ചെയ്ത കാര്യം ആരെങ്കിലും ഒന്ന് ഈ മാർപ്പാപ്പയോട് പറയുമോ? രാഷ്ട്രീയത്തിൽ പോപ്പിന് ഇടപെടാമെങ്കിൽ ട്രംപിന് കത്തോലിക്ക സഭയിലും ഇടപെട്ടുകൂടെ? ട്രംപ് അത് തന്നെ ചെയ്തു. സ്വയം അവതാരമായി. മാർപ്പാപ്പ ആയിട്ടല്ല, യേശു ക്രിസ്തുവായിട്ട്. ട്രംപിനെ യേശുവായി കാണിക്കുന്ന AI ചിത്രം ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്തു. അമേരിക്കയുടെ പ്രസിഡന്റാണ് ഈ കിറുക്ക് ചെയ്യുന്നതെന്ന് ഓർക്കണം. പോപ്പിനോടുള്ള വാശിയിൽ പോപ്പിനും മീതെ ക്രിസ്തുവായി സ്വയം കാണിക്കാൻ ഒരു നിർമ്മിത ബുദ്ധി ചിത്രം. ട്രംപ് ക്രിസ്തുവായി അവതരിച്ച് രോഗികളെ ചികിത്സിക്കുന്നു. ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. അതിൻ്റെ ആദ്യ രൂപം ഇതായിരുന്നത്രേ. പക്ഷേ ട്രംപ് അതിൽ ചെറിയ മാറ്റം വരുത്തി. ഇതാ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക.
പശ്ചാത്തലത്തിൽ ആദ്യമുണ്ടായിരുന്ന സൈനികർക്ക് പകരം ലൂസിഫറിന്റെ ചെകുത്താന്റെ രൂപമാക്കിയിരിക്കുന്നു. ഈ മാറ്റത്തിലും ഒരു അർത്ഥമുണ്ടെന്ന് വിവരമുള്ളവർ പറയുന്നു. ആ ചെകുത്താൻ രൂപം ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ട്രംപ് യേശുവിൻ്റെ രണ്ടാം വരവോ, ലോകരക്ഷകനോ? പോപ്പുമായുള്ള തർക്കം ഒടുവിൽ എത്തിയത് ഇവിടെ. സഭക്കകത്തും പുറത്തും കോലാഹലമായി. യേശുവിനെ ട്രംപ് നിന്ദിക്കുകയാണ് എന്ന് മാധ്യമങ്ങളും ഇളകി. President Trump lashing out at Pope Leo, of course, the first American pope, after the Pope's comments on the war in Iran. And tonight, the president also igniting outrage over an image he posted, the image appearing to depict the president as Jesus. The image drawing backlash from many of his own supporters, some calling it blasphemy. The president tonight says he did post it, and what the president says he sees in that image. And tonight, Pope Leo now reacting to President Trump, who called the Pope weak and terrible on foreign policy, and what the Pope is now saying tonight. ABC's Mary Bruce leading us off from the White House. Tonight, as President Trump ramps up his attacks on Pope Leo, he finds himself under fire for posting this picture that appears to depict him as Jesus. ബഹളം അസഹ്യമായപ്പോൾ ട്രംപ് വിശദീകരണവുമായി വന്നു. എന്നെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് യേശുവായിട്ടല്ല, ഒരു ഡോക്ടറായിട്ടാണ്. ഞാൻ അതിൽ ഡോക്ടറാണ്, കൂടെയുള്ളവർ റെഡ് ക്രോസ് പ്രവർത്തകരും. It was me. I did post it, and I thought it was me as a doctor, and had to do with Red Cross as a Red Cross worker there, which we support. And only the fake news could come up with that one. So I just heard about it, and I said, "How did they come up with that? It's supposed to be me as a doctor." ആദ്യമേ വട്ടാണ്, ഇപ്പോൾ മുഴുവട്ടായി എന്ന് പറയാത്തവർ കുറവ്. കാര്യം കൈവിട്ടെന്ന് വന്നതോടെ ട്രംപ് ആ യേശു പോസ്റ്റ് പിൻവലിച്ചു. ഖേദിക്കുന്നു എന്ന് പറയാതെ, കുമ്പസരിക്കാതെ അതങ്ങ് നീക്കം ചെയ്തു. പല രാഷ്ട്ര നേതാക്കളെയും പോലെ ട്രംപിനും കുറച്ചു കാലമായി താനൊരു ദിവ്യാവതാരമാണെന്ന ചിന്തയുണ്ട്. മുൻപൊരിക്കൽ അദ്ദേഹം മാർപ്പാപ്പയുടെ വേഷത്തിൽ സ്വന്തം ചിത്രം ഇറക്കിയിരുന്നു. ഇതും സ്വന്തം സമൂഹ മാധ്യമ വേദിയായ ട്രൂത്ത് സോഷ്യലിൽ തന്നെ. മറ്റെല്ലാത്തിലും എന്ന പോലെ മാർപ്പാപ്പ പദവിയിലും യോഗ്യൻ താൻ തന്നെ എന്ന് ട്രംപിനറിയാം. ഇത് കഴിഞ്ഞ മെയിലെ പോസ്റ്റ്. കൂടെയുള്ളവർ ഇത്തരം മതിഭ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവർക്കും കാര്യലാഭമുണ്ടാകും. ഓർക്കുന്നില്ലേ വൈറ്റ് ഹൗസിൽ ട്രംപിനായി പ്രത്യേക പ്രാർത്ഥന സംഘടിപ്പിച്ചത്? We pray for wisdom from heaven to flood his heart, his mind, and Lord, you will guide him in these challenging times that we're facing today. I pray for your grace and your protection over him. I pray for your grace and protection over our troops and all of our men and women serving in our armed forces. And Father, we just pray you'll continue to give our president the strength that he needs to lead our great nation as we come back to one nation under God, indivisible, with liberty and justice for all. We pray your heavenly blessing upon him in Jesus' name. ആ മതിഭ്രമം പിന്നീട് കൂടിയിട്ടേയുള്ളൂ. വൈസ് പ്രസിഡന്റ് JD വാൻസ് ട്രംപിന് പിന്തുണയുമായി എത്തി. ട്രംപിന്റെ യേശു പടം വെറും തമാശ മാത്രം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. ചിത്രത്തിൽ താൻ ഡോക്ടറാണെന്ന് പ്രസിഡന്റ്, അല്ല ഇത് തമാശയെന്ന് വൈസ് പ്രസിഡന്റ്. വാൻസ് നിർത്തിയില്ല. മതകാര്യങ്ങൾ പറയുമ്പോൾ മാർപ്പാപ്പ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന്. പോപ്പിനെ ഉപദേശിക്കുന്ന വാൻസ് കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്നയാളാണ്. ഭരണകാര്യങ്ങളെപ്പറ്റിയൊന്നും പോപ്പ് പറയുകയേ വേണ്ട. സദാചാര വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കണം. വാൻസിനെ കുറ്റപ്പെടുത്തേണ്ടതുമില്ല. കാരണം രാഷ്ട്രീയവും മതധാർമ്മികതയും രണ്ടാണ്. സീസറിനും ദൈവത്തിനും വെവ്വേറെ ഇടങ്ങളാണ് എന്നാണല്ലോ സൂക്തം. ട്രംപിന്റെ ചിത്തഭ്രമവും ജൽപ്പനങ്ങളും ഇത്തരം ഗൗരവപ്പെട്ട വിഷയത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. സീസർക്കുള്ളത് സീസർക്ക് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുടെ സ്ഥാനം എവിടെയാണ്? യുദ്ധത്തിനെതിരെ പറയാൻ മതത്തിന് അവകാശമില്ലേ? രാഷ്ട്രീയത്തിന് പുറത്താണോ ധാർമ്മികതയുടെ ഇടം? അമേരിക്കയുടെ വിദേശ ബന്ധങ്ങളെ വരെ വഷളാക്കുന്നതാണ് ട്രംപിൻ്റെ ലീലകൾ. ട്രംപിൻ്റെ നയത്തെ വിമർശിച്ചാൽ അയാൾ യുദ്ധത്തെ ന്യായീകരിക്കുന്ന യേശുവും ദിവ്യനുമായി AI ചിത്രങ്ങളിൽ അവതരിക്കും. ഇതിനെ കളിയാക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്. Are you suffering from a serious life-threatening illness? Has your doctor told you you're probably going to die? My name is Dr. Donald Trump, and I have helped millions of patients with conditions just like yours. Cancer, heart disease, ALS, you name it. Conditions your doctor said were untreatable. I've seen them all and I fixed them all.
I use an advanced technique that the cheating medical establishment don't want you to know about. The results are, frankly, incredible. Nobody gets results like this. They're the greatest results. ഇത് വ്യാജ യേശുവിനെ പരിഹസിക്കുന്ന ലെഗോ കാർട്ടൂൺ. ട്രംപിന്റെ പ്രവൃത്തികൾ നാശമുണ്ടാക്കുന്നു. അയാളുടെ വാക്കുകളും പോസ്റ്റുകളും കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നു. പോപ്പിനെതിരായ ട്രംപിന്റെ ആക്ഷേപ വാക്കുകളെ ഇറ്റലി പ്രധാനമന്ത്രി മെലോനി അപലപിച്ചു. അവ അസ്വീകാര്യമെന്ന് മെലോനി പറഞ്ഞപ്പോൾ മെലോനിയാണ് അസ്വീകാര്യ എന്നായി ട്രംപ്. ഇത് മറ്റൊരു രണ്ടാം വരവെന്ന് ചിലരുടെ തമാശ. ട്രംപ് പിൻവാങ്ങിയത് സ്വന്തം വോട്ട് ബാങ്കായ കത്തോലിക്കർ പ്രതിഷേധിച്ചപ്പോഴാണ്. ഒരു നാഗരികതയെ നശിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. അതിപ്പോൾ പാശ്ചാത്യ നാഗരികതയ്ക്ക് സംഭവിച്ചു. ഈ വാക്പയറ്റിലും ട്രംപിനെ മർമ്മം നോക്കി അടിക്കാൻ ഇറാൻ നേതാക്കളെത്തി. യേശുവിനെ നിന്ദിക്കുന്ന ശൈലി അസ്വീകാര്യമെന്ന് ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ. മുസ്ലിംകളും ഏറെ ആദരിക്കുന്ന മഹാനാണ് യേശു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് മാർപ്പാപ്പയുടെ യുദ്ധവിരുദ്ധ നിലപാടിനെ പ്രശംസിച്ചു. വെറുമൊരു വാക്പോരിനപ്പുറം മാർപ്പാപ്പയുടെ യുദ്ധവിരുദ്ധ നിലപാട് കൂടുതൽ വിശാലാടിസ്ഥാനത്തിൽ പരിശോധിച്ച മാധ്യമങ്ങളുണ്ട്. US ജേർണലിസ്റ്റ് സാം ഹുസൈനി പോപ്പിനെ പിന്തുണക്കുന്നു. അതേസമയം അനേകം കുറ്റകൃത്യങ്ങൾക്കെതിരെ സഭ ഉറച്ച നിലപാട് എടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇറാഖിൽ യുദ്ധവിരാമത്തിന് ശ്രമിച്ചിരുന്ന ഫാദർ ഷീമോൻ ഹറാക്ക് എന്ന ഈശോ സഭക്കാരൻ പോപ്പ് ജോൺ പോൾ രണ്ടാമനെ അങ്ങോട്ട് ക്ഷണിച്ചു. യുദ്ധത്തിനെതിരെ സഭയ്ക്ക് ഉറച്ച നിലപാടെടുക്കാൻ കഴിയും മുൻപ് സഭയ്ക്കുള്ളിലെ ബാലപീഡനങ്ങളെപ്പറ്റിയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. പോപ്പ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നടക്കാതെ പോയി. പുരോഹിതകളാകാൻ ശ്രമിച്ച വനിതകളെ സഭയിൽ നിന്ന് പുറത്താക്കി, പിന്തുണച്ച പുരോഹിതരെയും. എന്നാൽ സഭയിൽ അംഗങ്ങളായിക്കൊണ്ട് വംശഹത്യക്ക് അരുനിൽക്കുന്ന ബൈഡൻ, റൂബിയോ, വാൻസ് എന്നിവർക്കെതിരെ നടപടിയില്ല. ഗസയിൽ അവസാനത്തെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയും ഇസ്രായേൽ തകർത്തപ്പോഴും അവിടം സന്ദർശിക്കണമെന്ന ഗസ കത്തോലിക്കരുടെ ആവശ്യം പോപ്പ് ചെവിക്കൊണ്ടില്ല. ഇന്ന് അമേരിക്കക്കാരനായ മാർപ്പാപ്പ അമേരിക്കയുടെ യുദ്ധഭ്രാന്തൻ പ്രസിഡന്റിനെതിരെ നിലപാടെടുക്കുന്നു. നല്ലത്. രക്ഷകവേഷമണിഞ്ഞ അന്ധകരെ തിരിച്ചറിയുന്നത് നല്ലത് തന്നെ. അന്തിമമായി രാഷ്ട്രീയമാകട്ടെ മതമാകട്ടെ നന്മയിലും നീതിയിലും നിലനിൽക്കുന്നതാണ് എങ്കിൽ ലോകത്തിന് ക്ഷേമം നൽകും, മറിച്ചാണെങ്കിൽ നാശവും. ആ പാഠം ലോകത്തിന് പകരാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു.